ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ അമേരിക്ക തയ്യാറാക്കുന്നത്. എങ്ങനെയും സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുന്നതിൽ ഉപരിയായി തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ, അതായത് ഇറാനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധത്തിൽ 13 പടക്കപ്പലുകൾ അണിനിരന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് അകമ്പടിയായി തന്നെ പോർ വിമാനങ്ങളുടെ പിന്തുണയും ഉണ്ട് എന്നും ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു വാർത്ത, അതായത് ഇറാനെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉപരോധങ്ങളും മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ചൈനീസ് പതാക വഹിക്കുന്ന റിച്ച് സ്റ്റാറി ഹോർമൂസ് അവിടെ കടന്നതായി വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ അമേരിക്കൻ ഉപരോധത്തെ തുടർന്നുകൊണ്ട് ചൈനീസ് കപ്പൽ മറികടന്നത് എങ്ങനെയെന്ന ചർച്ചകൾ വലിയ രീതിയിൽ സജീവമാവുകയാണ്. ഉപരോധമുണ്ടെങ്കിലും അവിടെ അടിയോ തിരിച്ചടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത് ഒരു വിഭാഗത്തിന്റെയും ജാഗ്രതയെ സൂചിപ്പിക്കുന്നതായും ചർച്ചകൾക്കും ശ്രമങ്ങൾ സജീവമാണ് എന്നതും, അതുപോലെ മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ ശ്രമങ്ങൾ വലിയ രീതിയിൽ തുടരുന്നതും എല്ലാം ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം നടക്കുന്നത്. തുർക്കിയും ഇവർക്കൊപ്പം തന്നെ നിലകൊള്ളുന്നത് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സൂചനയാണ്. അതായത് ഇറാനൊപ്പം തുർക്കിയും വലിയ രീതിയിൽ അവരുടെ പിന്തുണയെ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. വെടിനിർത്തൽ നീണ്ടാലും ചർച്ച നടക്കുമെന്നതാണ് മറ്റൊരു വിദൂര സാധ്യതയായി പറയുന്നത്. അതേപോലെ തന്നെ ഇറാന് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധത്തിനൊപ്പം തന്നെ സജീവമായി ചർച്ചകളുടെ സാധ്യതകൾ ഇവിടെ ഏറുകയുമാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം തുടങ്ങിയെങ്കിലും ഇതുവരെയും സംഘർഷ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനിടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ചൈനീസ് കപ്പൽ ഹോർമൂസ് കടന്നതായും വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആണവ വിഷയത്തിലും ഹോർമൂസിലും വഴങ്ങാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം തുടരുകയുമാണ്. ഇതിനിടെ തന്നെ ഇറാന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലെവ്റോവ് ആകട്ടെ ചൈനയിലേക്ക് എത്തിയിരുന്നു. ആണവ പദ്ധതികൾ 20 വർഷത്തെ ഒരു മൊറട്ടോറിയം എന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചെന്നും പരമാവധി 10 വർഷം വരെ ഇറാൻ അംഗീകരിച്ചുവെന്നും വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആണവ പദ്ധതി നിർത്തിവെച്ച യുറേനിയം ശേഖരം കൈമാറുമെന്ന ഒരു പോയിന്റിൽ നിന്ന് ഇരുവിഭാഗവും നടത്തുന്ന വിട്ടുവീഴ്ചകൾ സമാധാന ശ്രമങ്ങൾ അത് വലിയ രീതിയിൽ നിർണായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ യുറേനിയം ശേഖരം തങ്ങൾ സൂക്ഷിക്കാമെന്ന ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അതേസമയം വെടിനിർത്തൽ കാലാവധി തുടരുന്നതിന് മുൻപും US-ഉം ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യമായ എല്ലാം തന്നെ ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടെങ്കിൽ പോലും ഏപ്രിൽ 21-ന് വെടിനിർത്തൽ കാലാവധി തുടരുന്നതിന് മുൻപേ തന്നെ വീണ്ടും ചർച്ച നടത്തേണ്ടി വരുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി തന്നെ US മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനീവയിലോ ഇസ്ലാമാബാദിലോ ഈ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ്, അല്ലെങ്കിൽ ഇതിനായി തന്നെ ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം നടത്തുന്നതിനായി തന്നെ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ഇവിടെ പുറത്തുവിടുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പൂർണ്ണ പരാജയമാണ് എന്ന് പറയാനാകില്ല എന്നും ഇറാൻ ചില കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.